മെട്രോ പില്ലറിൽ കുടുങ്ങിയ പൂച്ചയെ അർദ്ധരാത്രിയാകും രക്ഷപ്പെടുത്തുക. രാത്രി 11:30-ക്ക് ശേഷം മെട്രോ ഇലക്ട്രിക് ലൈനുകൾ ഓഫ് ചെയ്യും. അതിനുശേഷം പൂച്ചയെ പുറത്തെത്തിക്കാനാണ് ശ്രമം ആരംഭിക്കുക. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ആൻമരിയ, നേരത്തെ മണിക്കൂറുകളോളം പൂച്ചയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം ഉണ്ടായല്ലോ, എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനൊരു മാറ്റം തീരുമാനത്തിൽ? നിലവിൽ ആനിമൽ റെസ്ക്യൂ ടീമൊക്കെ എത്തി ഇരുവശങ്ങളിലും പരിശോധനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ആ പരിശോധനകളിൽ നിന്ന് ആദ്യം പെട്ടെന്ന് തന്നെ പൂച്ചയെ രക്ഷിക്കുക അത് സാധ്യമല്ല. അതിനെ തുടർന്നാണ് ഫയർഫോഴ്സ് സ്ഥലത്തേക്ക് എത്തിയത്. പക്ഷേ ഫയർഫോഴ്സിന് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് മുകളിൽ കയറി പൂച്ചയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം ആ രീതിയിലല്ല, ഉള്ളിലേക്ക് ആണ് പൂച്ച കിടക്കുന്നത്. പൂച്ചയെ ഈ മെട്രോക്കാരെടുത്തിരിക്കുന്ന ഒരു വിഷ്വലിൽ പൂച്ചയെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. വളരെ അവശ നിലയിലാണ് പൂച്ച ഉള്ളത് എന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയാണ് അവർക്ക് പൂച്ചയെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതിന് പ്രത്യേകമായിട്ടും ഈ മെട്രോ ലൈനുകൾ, ഇലക്ട്രിക് ലൈനുകൾ ഓഫ് ചെയ്തെങ്കിൽ മാത്രമേ ആ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. നിലവിൽ ഈ പകൽ സമയത്ത് മെട്രോ ഇലക്ട്രിക് ലൈനുകൾ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ടാണ് രാത്രി 11:30-ക്ക് ശേഷം അർദ്ധരാത്രിയോടുകൂടി രക്ഷാപ്രവർത്തനം, വീണ്ടും സുഭാഷിനെ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. 11:30-ക്ക് ശേഷം ഇലക്ട്രിക് ലൈനുകളെല്ലാം ഓഫ് ചെയ്തുകൊണ്ട് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലും ആനിമൽ റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിലുമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കും. മെട്രോക്കാർ ഇന്ന് രാവിലെയോടുകൂടി, അതായത് ഇന്നലെ രാത്രി വരെ പൂച്ചയെ കണ്ടിരുന്നു, അത് ഓടി നടക്കുന്നത് കണ്ടിരുന്നു എന്ന് ഇവിടെയുള്ള ആളുകൾ, ഓട്ടോക്കാരൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു. നിലവിൽ ഇന്ന് രാവിലെ ഈ മെട്രോക്കാരെടുത്തിരിക്കുന്ന ദൃശ്യങ്ങളിൽ പൂച്ച വളരെ അവശ നിലയിലാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫയർഫോഴ്സും സ്ഥലത്തേക്ക് എത്തിയത്. പക്ഷേ നിലവിലെ പരിമിതികളുടെ ഒരു സാഹചര്യം കൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ പൂച്ചയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്തത്. രാത്രി 11:30-ക്ക് ശേഷം രക്ഷാപ്രവർത്തനം വീണ്ടും ആരംഭിക്കും. ദിൽന. ശരി ആൻമരിയ, ഏതാണ്ട് ഒരാഴ്ചയോളം മെട്രോ പില്ലറിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു പൂച്ച. മെട്രോ സർവീസുകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഏതാണ്ട് അർദ്ധരാത്രിയോടെ രക്ഷാദൌത്യം വീണ്ടും തുടരാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.